ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുൾമാർക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ ഉപകാരമായിരിക്കും. കാരണം ടൈല് ചെയ്യുന്ന സമയത്തേക്ക് ടൈലിന്റെ ടോപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ടെങ്കിൽ ഒരു ബുൾമാർക്ക് പോലെ ചെയ്ത് വെക്കുന്നതാണെങ്കിൽ 0 ആക്യുറസിയിൽ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സുകളൊന്നും ഒരു മാറ്റമില്ല കേട്ടോ, പണ്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇത് അടിഭാഗം കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പൈപ്പ് ഇങ്ങനെ 4-4 വരുന്നതുകൊണ്ടാണ് ആംഗിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്ലാറ്റ് കൊടുത്തിട്ടുണ്ട്. SS ബോൾട്ടുകൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. പിന്നെ പെയിന്റിങ്ങിലേക്ക് വരുന്ന സമയത്തേക്ക് പ്രീമിയം പെയിന്റിങ് തന്നെ ചെയ്യുന്നത്. മെറ്റീരിയലോ ക്വാളിറ്റിയിലോ ഒരു കോംപ്രമൈസും നമ്മൾ വരുത്തിയില്ല കേട്ടോ. ആംഗിളൊക്കെ നമ്മൾ ഉൾട്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഇതാണ് പറഞ്ഞിട്ടുള്ളത്, ആ ലാൻഡിങ് ചെറുതാക്കിയിട്ട് കൊടുത്തില്ല. അവിടുന്ന് ഒരു സ്റ്റെപ്പും കൂടി കയറുന്ന രീതിയിലാണ് ഇങ്ങോട്ടേക്ക് എൻ്റർ ആവുന്നത്. പിന്നെ ബുൾമാർക്ക് എന്ന് പറയുന്നത് ടൈലിന്റെ ബുൾമാർക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതുപോലെ ടൈലിന്റെ ബുൾമാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ലെവലിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. 19 നിലയിലുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് എത്താൻ ഭാഗ്യട്ടെ ഒക്കെ കാരണം നിങ്ങൾ തന്നെയാണ്. യൂട്യൂബിലെ കൂടി വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ ഷെയർ ചെയ്തൊക്കെ കാരണം കൊണ്ടാണ് ഇതുപോലെ നമുക്ക് വലിയ വലിയ പ്രൊജക്ടുകൾ കിട്ടിയത്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ആംഗിൾ ഗ്രൈൻഡറിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ മുന്നേയുള്ള വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം.